ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു MLA ആണ് കൊല്ലത്തിനുണ്ടാവുന്നത് എന്ന് പറയുന്നത് കൊല്ലംകാർക്കും അപമാനകരമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് CPM തിരുത്തേണ്ടതല്ലേ? തീർച്ചയായും അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ PT ചാക്കോ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ലോഹിദാസ് നാടാര്, AK ശശീന്ദ്രൻ തുടങ്ങിയ നിയമസഭാ അംഗങ്ങളായിരുന്നവരും മന്ത്രിമാരായിരുന്നവരുടെ പേരിലും എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ വിൻസെന്റ്, ഇങ്ങനെ 7 പേരുടെ പേരിലാണ് ഈ സെക്ഷൽ അലിഗേഷൻ വന്നിരുന്നത്. അതിൽ 5 പേര് മന്ത്രിമാരായിരുന്നു. അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു, MLA-മാരായി തുടരുകയും ചെയ്തു. ഇവിടെ ബാക്കി 2 പേര്, കോൺഗ്രസിന്റെ 2 നേതാക്കൾക്ക് നിയമസഭാ അംഗങ്ങളായ 2 പേരുടെ പേരിൽ FIR വന്നു. അവസാനം പോലീസ് അന്വേഷിച്ചു, കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം കൊടുത്തവരും MLA-മാരായി തുടരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഈ CPM-ന്റെ നിന്നും മറ്റു പാർട്ടികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ CPM-ൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ആദ്യം അനുഭാവി ഗ്രൂപ്പിൽ വരണം, അവർ 1 വർഷം അവിടെ കഴിയണം, അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കും. ആ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആസ്തി എന്താണ്, ഭാര്യയുടെ സ്വർണം എന്താണ്, മക്കൾക്ക് എന്തൊക്കെ ജോലിയുണ്ട്, എന്തൊക്കെ വരുമാനമുണ്ട്, വീട്ടിൽ വാഹനമുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് CPM അംഗത്വം നൽകുന്നത്. ആ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും ഈ നേരത്തെ പറഞ്ഞ 7 പേരും CPM MLA-മാരോ മന്ത്രിമാരോ ആയിരുന്നില്ല. അവരാരും CPM-കാരായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ CPM-ൽ നിന്ന് മറ്റും വളരെ വ്യത്യസ്തമായ സംഗതിയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് മാത്രമല്ല ശ്രീ സി ഷുക്കൂർ, എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും ഒക്കെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട ആളുകളാണ് CPM-കാർ. ഇവരുടെ വനിതാ നേതാക്കൾ. ഇന്നിപ്പോ ആനി രാജ രാജിവെക്കണം മുകേഷ് എന്ന് ആവശ്യപ്പെടുമ്പോൾ PK ശ്രീമതി ടീച്ചർക്ക് രാജി വേണമെന്നൊരു ആവശ്യമില്ല. അവർ ഇതൊരു ആരോപണം മാത്രം തെളിയിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. പക്ഷേ സമാനമായ ആരോപണം മുമ്പ് ഉയർന്നപ്പോൾ വിൻസെന്റ് രാജിവെക്കണം, എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട അതേ ആളുകൾ ഇപ്പോൾ രാജി വേണ്ട എന്ന് പറയുമ്പോൾ വലിയൊരു ഇരട്ടത്താപ്പ് അക്കാര്യത്തിലുണ്ട്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സംബന്ധിച്ചിടത്തോളം അത് തിരുത്തും പാർട്ടി. നമ്മളിപ്പോ ആദ്യം എടുക്കുന്ന ഒരു നിലപാടല്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് പാർട്ടി തിരുത്തുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ CPM വളരെ വ്യത്യസ്തമായ പാർട്ടിയായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ണൂര് പ്രഗത്ഭനായ ഒരു നേതാവിനെതിരെ ഒരു അലിഗേഷൻ വന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും വർഷങ്ങളോളം മാറ്റി നിർത്തി. പാലക്കാട്ട് ഒരു നേതാവിന് അലിഗേഷൻ വന്നു. അവരൊന്നും പോലീസ് കേസായിട്ടല്ല, ആ നേതാവിനെ 2ാം ടേമില് നിയമസഭയിൽ മത്സരിക്കാൻ കൂട്ടാക്കിയില്ല. എറണാകുളത്ത് ഒരു വലിയ നേതാവിനെതിരെ അലിഗേഷൻ വന്നു. അദ്ദേഹത്തെ പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും മാറ്റി നിർത്തി. അങ്ങനെ ഇന്റേണൽ ആയിട്ട് സ്ക്രൂട്ടിനി നടക്കുന്ന, ഒരു കൃത്യമായ പരിശോധന നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM. ആ CPM-നോട് യാത്ര ചെയ്യുന്നവർക്കും CPM മെമ്പറായവരെല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യം വളരെ വ്യത്യസ്തമായ പാർട്ടി തന്നെയാണ് CPM. ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുക, രഞ്ജിത്തിന്റെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആദ്യം എന്തായിരുന്നു നിലപാട്? മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ എന്തായിരുന്നു പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ മുകേഷ് രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തും. പക്ഷേ പാർട്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടാവും. ആ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്ന സമയത്ത് തീർച്ചയായും ഈ മുകേഷ് അടക്കമുള്ള മുകേഷ് എന്ന് പറയുന്ന കൊല്ലത്തെ MP-യോട് CPM പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.